നമസ്തേ. ഭൂരിഭാഗം ആളുകളും നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്കതിൽ പ്രശ്നമൊന്നും വേണ്ട. അത് നമുക്ക് ഓക്കെ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. കാരണം അന്തർമുഖരായിട്ടുള്ള അധികം മറ്റുള്ളവരോട് സംസാരിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പ്രശ്നമാണ് ആളുകൾ പലപ്പോഴും അവരെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കില്ല, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്നുള്ളത്. അതെങ്ങനെയൊക്കെയാണ്, ഏത് വഴികളിൽ കൂടിയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. എന്നാലും പറയാം. ഉദാഹരണത്തിന്, വളരെ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അഹങ്കാരം കൂടിയത് കൊണ്ടാണ് മിണ്ടാത്തത് എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയും. അല്ലെങ്കിൽ വെറും ഒരു മണ്ണുണ്ണിയാണ്, അവന് മിണ്ടാനും സംസാരിക്കാനും ഒന്നും കഴിവില്ല, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ അന്തർമുഖരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയാം. കാരണം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിയാക്റ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം കാണും, കുറച്ച് മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒബ്സർവേഴ്സ് ആർ ഓഫൺ മിസ്അണ്ടർസ്റ്റുഡ് എന്നുള്ളതാണ്. നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റുള്ളവൻ്റെ സ്വകാര്യതയിലേക്ക് ചൂഴ്ന്നു നോക്കുന്ന അവസ്ഥയല്ല. നമ്മുടെ ചുറ്റിനുമുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസ് വഴിയുമുള്ള ആ ഒരു നിരീക്ഷണത്തിലൂടെ, അത് കാഴ്ച മാത്രമല്ല, കേൾവി, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ ഒരു ഡീപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഇൻട്രോവേർട്സിൻ്റെ ഒരു ബേസിക് നേച്ചറാണത്. ചുറ്റിനുള്ള കാര്യങ്ങളെ വളരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം അവരുടെ സർവൈവൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബേസ് അങ്ങനെയാണ്, അവരുടെ ബേസിക് നേച്ചർ അങ്ങനെയാണ് എന്ന് പറയാം. അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻട്രോവേർട്സിന് പ്രത്യേകിച്ച് ഡെപ്ത് ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ കാണാം സർഫേസ് ടോക്കുകൾ, സർഫേസ് പെരുമാറ്റങ്ങൾ, അല്ലേ, ചിലപ്പോൾ ഫേക്കായിട്ടുള്ള സ്മൈലുകൾ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകളിൽ കാണുന്നൊരു സ്വഭാവമാണ് ഈ ഫേക്ക് സ്മൈല്. പല ആൾക്കാരും പറയും, നിങ്ങളെപ്പോഴും ചിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം, ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ മുഖം വീർപ്പിച്ച് നടക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചിരിച്ചാൽ പോരെ? അതല്ലേ യഥാർത്ഥത്തിലുള്ള ജെനുവിനായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്ത്ത്, അല്ലെങ്കിൽ ആഴമാണ് ഇഷ്ടം, സർഫേസ് അല്ല. സർഫേസ് ടോക്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ സ്മോൾ ടോക്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. ആഴത്തിനോടാണ് താല്പര്യം. അവിടെയാണ് യാഥാർത്ഥ്യം കിടക്കുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും പക്ഷേ ഈ ഡെപ്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഇൻട്രോവേർട്സ് അവിടെയും ഒറ്റപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ആകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ആകണമെങ്കിൽ സമയമെടുക്കും. ഇപ്പോൾ ഒരാളെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ പെട്ടെന്ന് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ വളരെ ഇതായിട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരം ഇടപെട്ട്, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് ഓപ്പൺ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെ മുന്നിലും ഇൻട്രോവേർട്സ് ഒരിക്കലും റിയൽ സെൽഫ് കാണിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വരണമെങ്കിൽ സമയം എടുക്കുന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് ക്ലിയർ പിക്ചർ കിട്ടണം, ഡീപ്പറായിട്ടുള്ള അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അതായത് അവരെപ്പോഴും ഒരു ഡെപ്തിന് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാരാണ്. ആ ദാഹം ശമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർ ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ളതാണ്. ബോണസായിട്ട് ഇൻട്രോവേർട്സിന് പലപ്പോഴും ചിലപ്പോൾ ആളുകൾ അയാളുടെ കഴിവ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാല്യൂ കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ ആളുകൾ കംഫർട്ടബിളായിട്ട് ഇൻട്രോവേർട്സിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ചില സമയത്ത് അവരുടെ അടുത്ത് നിന്ന് ഒരു എനർജി വാമ്പയർ പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോവേർട്സിന് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ടാണ് താല്പര്യം. ക്രൗഡ് ഫോളോ ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഗ്രൂപ്പ് തിങ്കിങ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻവോൾവഡ് ആകുന്നതിനേക്കാളും സ്വയം ചിന്തിക്കുക. ബട്ട് ഡിഫറൻറ്റ് തിങ്കിങ് ഫീൽസ് സ്ട്രേഞ്ച് ടു അതേഴ്സ്. കാരണം എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചിന്തിക്കുന്നു, ക്രൗഡിനെ ഫോളോ ചെയ്യുമ്പോൾ. ഇവർ ഡിഫറൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുമ്പോൾ ആളുകൾക്ക് ഒരു ഒറ്റയാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എനർജി സെലക്റ്റീവാണ് ഇൻട്രോവേർട്സ്. എല്ലാവരോടും കണക്ട് ചെയ്യില്ല. നോട്ട് എവരി വൺ ഡിസേർവ് ആക്സസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈലൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്.
തനിച്ചിരിക്കാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ അവരോട് അത്രയേ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത അപൂർവം വ്യക്തികളുണ്ടാവും. അവരുമായിട്ട് മാത്രമൊക്കെ ഇവർക്ക് സംസാരിക്കാൻ ബേസിക്കലി താല്പര്യമുള്ളൂ. അല്ലാതെ ആര് വന്ന് സംസാരിച്ചാലും അവരെ കാണാനോ അവരോട് സംസാരിക്കാനോ ബേസിക്കലി ഇവർക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. ബട്ട് ബേസിക്കലി അത് ഇവർക്ക് എനർജി ഡ്രെയിനാണ് എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സൈലൻസ് ഈസ് പവർ, നോട്ട് എ വീക്ക്നെസ്. പക്ഷേ പല ആളുകളും എങ്ങനെയാണ്, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ടോ, അല്ലെങ്കിൽ സൈലൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീലിങ്ങിലാണ് ഇന്ന് പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സിനിമകളിലേക്കൊക്കെ നോക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ മുഖ്യധാര സൊസൈറ്റി കാണിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ എക്സ്ട്രോവേർട്സിനെ മാത്രമാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഇൻട്രോവേർട്സ് എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റി ടൈപ്പ് തന്നെ ഇന്ന് ഡിസപ്പിയർ ആവുന്ന പോലെ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് എന്നുള്ളതാണ്. പണ്ടൊക്കെ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പല പരിപാടികൾ വരുമ്പോൾ പിള്ളേരൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ, പാട്ടുകളും സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ വരുമ്പോൾ. അന്നൊക്കെ ഈ കയറി ചാടിത്തുള്ളി നൃത്തം കളിക്കാത്ത ആളുകൾ ഒരു 20% ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങനെ മാറി നിൽക്കുന്ന ആരും തന്നെ ഇല്ല. ബിക്കോസ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ആകുകയാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ സൊസൈറ്റി ആയിട്ട് ഒത്തുപോകുന്നത്, അല്ലെ അതാണ് കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ ഈവൻ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ പോലും കയറിയിട്ടുണ്ട്. അത് തെറ്റെന്നോ ശരിയെന്നോ അല്ല ഞാൻ പറയുന്നത്, ഈ പേഴ്സണാലിറ്റി ടൈപ്പ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എസ്പെഷ്യലി ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. സെൽഫ് അവെയർനെസ് ജേർണിയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇന്നർ ക്ലാരിറ്റി ഉണ്ടാവും. ഔട്ടർ അപ്രൂവൽ കുറവാണെങ്കിലും ഇന്നർ ക്ലാരിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കേണ്ടതില്ല, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. സോ ഈ മെസ്സേജ് ഇൻട്രോവേർട്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമസ്തേ.